ഭൂട്ടാൻ വാഹനക്കടത്തിൽ സിനിമാ നടന്മാരുടെ വീടുകളിലെ ഇ ഡി റെയ്ഡിനെതിരെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ശബരിമല സ്വർണ്ണമോഷണം മുക്കാനാണ് ഇ ഡി റെയ്ഡ് എന്നാണ് സുരേഷ് ഗോപിയുടെ പ്രതികരണം. വിവാദമായതോടെ മാധ്യമങ്ങളുടെ തലയ്ക്ക് വെച്ച് സുരേഷ് ഗോപിയുടെ തിരുത്ത്. CPIM BJP ബന്ധം വ്യക്തമായി എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചു. എനിക്കറിയത്തില്ല, സ്വർണത്തിന്റെ വിഷയം മുക്കാൻ വേണ്ടിയാണോ സിനിമാ രംഗത്തേക്ക് രണ്ടുപേര് വീണ്ടും ത്രാസിൽ കയറ്റി അളക്കാൻ കേരള ജനതയ്ക്ക് വിട്ടുകൊടുത്തിരിക്കുന്നത്. അതിനെ സംബന്ധിച്ച് NIA, ED എല്ലാം പരിശോധിക്കുകയും അന്വേഷിക്കുകയും വളരെ വളരെ ഇന്റൻസിഫൈഡ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നത് കൊണ്ട് കേന്ദ്ര മന്ത്രിസഭയിലിരുന്നു കൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയാൻ പാടില്ല. എങ്കിലും ഈ സർക്കാരിനെ ബാധിക്കുന്ന വിഷയങ്ങൾ വരുമ്പോൾ തിളക്കമുള്ളവരെ മലിനപ്പെടുത്തുക, കളങ്കപ്പെടുത്തുക എന്ന് പറയുന്ന പ്രക്രിയ മാത്രമാണ് പോലീസിനെ ഉപയോഗിച്ച് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയും വരും കഥകൾ. ആ അടിച്ചുമാറ്റൽ എന്ന് പറയുന്നത് വല്ലാണ്ടങ്ങ് ആളിപ്പടരുമ്പോൾ അതിനകത്ത് വെള്ളം ഒഴിക്കാൻ വേണ്ടി സിനിമാക്കാരാണ് യുവാക്കളെയൊക്കെ കൊണ്ടുചെന്ന് അവര് എന്ത് വിഷയത്തിനാണ് കുടുങ്ങിയിരിക്കുന്നതെന്ന് അറിയത്തില്ല. അത് അവർ പറയും. പക്ഷെ അത് വാർത്തയാക്കി സർക്കാരിനെയും സർക്കാരിന്റെ മോഷണ കുറ്റങ്ങളെയും ഒക്കെ കുടപിടിക്കുകയോ മറപിടിക്കുകയോ ഒക്കെ ചെയ്യുന്ന തരത്തിൽ സിനിമാക്കാരെ ദ്രോഹിക്കുന്നതും വാർത്താ ചാനലുകൾ നല്ലതല്ല, ശരിയല്ല എന്നൊരു അഭിപ്രായം കൂടിയുണ്ട്. ഇതൊക്കെ നിയമപരമായിട്ട് ചോദ്യം ചെയ്യപ്പെട്ട് ഒരു നിഗമനത്തിലെത്തും. ആ നിഗമനത്തിലെത്തുന്നതിന് മുമ്പ് 8 വർഷമായിട്ട് നിങ്ങൾ എന്നെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും കമന്റ്സ് പറയുമ്പം പോണ്ടിച്ചേരി എന്ന് പറഞ്ഞ് കയറി വരും. ഈ പാപത്തിനൊക്കെ നിങ്ങൾ എവിടെ പോയി ഇനി എന്ത് കഴുകിയാലാണ് ദൈവത്തിൽ നിന്ന് കോപമേൽക്കാതിരിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. വിപിൻ C. വിജയൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിപിൻ, ഈ ഒരു വിചിത്രം എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന തരത്തിലുള്ളൊരു മറുപടിയാണ് ഇതുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപിയുടെ ഭാഗത്ത് നിന്ന് ആദ്യമുണ്ടായത്. ED യുടെ റെയ്ഡുമായി ബന്ധപ്പെട്ട്. പിന്നീട് മാധ്യമങ്ങളെ പഴിചാരി അദ്ദേഹം അത് തിരുത്തുകയൊക്കെ ചെയ്തു. പക്ഷേ വലിയ രീതിയിൽ ഇത് ചർച്ചയാവുന്നുണ്ട്. കോൺഗ്രസ് ഈ വിഷയം ഏറ്റെടുത്തിട്ടുണ്ട്. CPIM-ഉം BJP-യും തമ്മിലുള്ള ഒത്തുകളിയുടെ തെളിവാണ് ഈ പ്രതികരണം എന്ന തരത്തിലടക്കമുള്ള രാഷ്ട്രീയ വിമർശനങ്ങൾ സജീവമായി ഉയർന്നു കേൾക്കുന്നു. വിപിൻ C. വിജയൻ. യെസ്, അപ്പോൾ റിജിത്ത്, പാലക്കാട് നടത്തിയ കലിംഗ് സംവാദവും ഇപ്പോൾ വിവാദത്തിലായിരിക്കുന്നു. അത് ED-യുമായി ബന്ധപ്പെട്ടതാണ്. അദ്ദേഹം സുരേഷ് ഗോപി എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് പോലും ഒരു വ്യക്തത ഇല്ലാത്ത രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ ഇന്നത്തെ ഈ ഒരു കലിംഗ് സംവാദത്തിൽ ഉണ്ടായത്. കാരണം ED-യുടെ ഈ ഒരു അന്വേഷണം, അതായത് ഓപ്പറേഷൻ നുങ്കൂറുമായിട്ടുള്ള അവരുടെ പരിശോധന, അത് ഈ സ്വർണ്ണ വിഷയം അല്ലെങ്കിൽ സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ട വിഷയം മറയ്ക്കാനാണ് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു കേന്ദ്രമന്ത്രി തന്നെ കേന്ദ്ര ഏജൻസിയുടെ ഒരു അന്വേഷണത്തെ ഒരു സംശയമുനയിൽ നിർത്തുന്നു എന്നുള്ളത് നിസ്സംശയം പറയാൻ സാധിക്കും. എന്നാൽ അദ്ദേഹം ഈ അതേ സംസാരത്തിൽ തന്നെ പറയുന്നുണ്ട്, ഈ ഒരു അന്വേഷണം വളരെ നല്ല രീതിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ അതിൽ ഒരു കേന്ദ്ര മന്ത്രിസഭയിൽ ഇരുന്നു കൊണ്ട് താൻ അതിന് കൂടുതലൊന്നും പറയുന്നില്ല എന്നുള്ളതാണ്. ഒപ്പം കേരള സർക്കാരിനെ വിമർശിക്കുന്നു. അത് ഈ ഇത്തരത്തിലുള്ള കേസുകൾ വരുമ്പോൾ, ഈ സ്വർണ്ണമോഷണം പോലുള്ള കേസുകൾ വരുമ്പോൾ അത് കളങ്കപ്പെടുത്താൻ, അതായത് തിളക്കമുള്ളവരെ കളങ്കപ്പെടുത്താനുള്ള ശ്രമം എപ്പോഴും പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അപ്പോൾ പോലീസിനെ കുറ്റം പറയുന്നു, അല്ലെങ്കിൽ കേരള സർക്കാരിനെ പറയുന്നു, ED-യെ പുകഴ്ത്തുകയും ഒപ്പം തന്നെ സംശയമുനയിലാക്കുകയും ചെയ്യുന്നു. ഇതൊക്കെ ചേർന്നാണ്. എന്നാൽ സഹപ്രവർത്തകരെ സംരക്ഷിച്ചുകൊണ്ടുമുള്ള ഒരു പ്രതികരണമായിരുന്നു ഇന്നത്തെ കലിംഗ് സംവാദത്തിൽ ഉണ്ടായത്. പിന്നീട് ഇത് വിവാദമായതോടുകൂടിയാണ് ഇതെല്ലാം തന്നെ മാധ്യമങ്ങളുടെ സൃഷ്ടിയാണ്, മാധ്യമങ്ങളെ പഴിചാരിക്കൊണ്ടുള്ള ഒരു കാര്യം വന്നത്. കാരണം ഈ സ്വർണ്ണ മോഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദങ്ങൾ, അതിന്റെ വിഷയങ്ങൾ മറയ്ക്കാൻ വേണ്ടിയാണ് ഇപ്പോഴത്തെ ഈ സിനിമാ താരങ്ങളുടെ റെയ്ഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. തന്നെ എപ്പോഴും വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്, പോണ്ടിച്ചേരിയിലെ കേസുമായി ബന്ധപ്പെട്ടൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. സ്വാഭാവികമായിട്ടും ഈ കേന്ദ്ര ഏജൻസികളെ തന്നെ അദ്ദേഹം സംശയനിഴലിലാക്കുന്നു. അതിനെതിരെയൊക്കെ പറയുമ്പോൾ സംസ്ഥാന BJP-യെ വീണ്ടും വെട്ടിലാക്കിയിരിക്കുകയാണ്. ഇതിന് മറുപടി പറയേണ്ട ഒരു അവസ്ഥ ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട്. സുരേഷ് ഗോപിയുടെ ചില വിവാദ പരാമർശങ്ങളെ തുടർന്ന് BJP വെട്ടിലാവുന്ന ഒരു സാഹചര്യം അത് ഇപ്പോഴും അതുപോലെ തന്നെ തുടരുന്നു എന്നുള്ളതാണ് നിലവിലെ സ്ഥിതി. കലിംഗ് സംവാദം തുടർച്ചയായി തന്നെ വിവാദങ്ങളിൽ ആവുകയും ചെയ്യുകയാണ്. റിജിത്ത്, ശരി. വിപിൻ C. വിജയൻ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.